സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചു. പത്തനാപുരം വൻമേലി മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ബോധവൽക്കരണ ക്ലാസ്, മെഡിക്കൽ ക്യാമ്പ് എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി. പത്തനാപുരം മാങ്കോട് വൻമേനി മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിലാണ് സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ദാറുസ്സലാം മദ്രസയിലാണ് ക്യാമ്പ് നടത്തിയത്. അതിർപ്പത്തിൻ കമലായ പൂവേ, അജബുകൾ സുഹറായ നാരി, ഹക്കിൻ അഹമ്മദ് കിണയവും കൂറേ. ക്യാമ്പിന്റെ ഭാഗമായി വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസും നടത്തി. പീഡിയാട്രിക്, ഓർത്തോ, ആയുർവേദ ചികിത്സാ ക്യാമ്പുകളും സംഘടിപ്പിച്ചു. വിവിധ കലാകായിക മത്സരങ്ങളും നടന്നു. ചീഫ് ഇമാം നജീബ് മൗലവി ഹസനി, വൻമേനി മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് PS യൂസഫ്, സെക്രട്ടറി PM കമറുദ്ദീൻ, കമ്മിറ്റി അംഗം ഷംസുദ്ദീൻ മാങ്കോട്, അബ്ദുൽ ഖാദർ മൗലവി സ്വദർ, സജ്ന, ഹലീന എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. കഴിഞ്ഞ മാസം 11-ാം തീയതി ആരംഭിച്ച ക്യാമ്പിന്റെ സമാപനമാണ് ഇവിടെ. സമാപന നാളുകളിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും നാളെയുമായി ഈ 40 ദിവസത്തെ ക്യാമ്പിന്റെ സമാപനം ഇവിടെ നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ വിവിധ പരിപാടികൾ ഇന്നും നാളെയുമായി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രശസ്ത ഗായിക, അന്ധഗായികയായുള്ള ആയിഷ സമീഹ നാളെ വൈകുന്നേരം 7 മണിക്ക് ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അതാണ് നമ്മുടെ മെയിൻ പ്രോഗ്രാം. അതുപോലെ കുട്ടികളുടെ ഒപ്പന, തസ്മുട്ട് തുടങ്ങിയ എല്ലാ പരിപാടികളും ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതുമായി എല്ലാവരും സഹകരിക്കണമെന്നാണ് ജമാഅത്തിന്റെ കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് അറിയിക്കാനുള്ളത്. വളരെ നല്ലൊരു അനുഭവം. കാരണം കേരളത്തിൽ തന്നെ ഒരു ജമാഅത്തിന്റെ കീഴിൽ ഒരു മദ്രസയിൽ ഇത്രയും വലിയ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പ് പലപ്പോഴും അത് സംഘടിപ്പിക്കാൻ പറ്റുമോ പറ്റത്തില്ല എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിലായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു മദ്രസയിൽ ഇത്രയും നീളത്തിലുള്ള ഒരുപാട് ദിവസങ്ങൾ എടുത്തുകൊണ്ടുള്ള ഒരു സമ്മർ ക്യാമ്പ് നമ്മൾ ക്രമീകരിച്ചത്. അതിന് പ്രധാനമായ ഉദ്ദേശം കുട്ടികൾക്ക് ശാരീരികമായും മാനസികമായിട്ടുള്ള അവരുടെ കഴിവുകളെ വികസിപ്പിച്ചെടുക്കുക. അതുപോലെ തന്നെ ഈ അവധിക്കാലം മറ്റ് ആക്ടിവിറ്റീസിലോ മറ്റു കാര്യങ്ങളൊന്നും വീട്ടിൽ ഇരുന്നിട്ട് കുട്ടികൾക്ക് അടുത്ത വരുന്ന അധ്യയന വർഷത്തേക്ക് അവർക്ക് ശാരീരികമായും മാനസികമായും ഒരു ഉല്ലാസം തരത്തിൽ, ഒരു ഉന്മേഷം തരത്തിലുള്ള എല്ലാ പരിപാടികളും ഈ ക്യാമ്പിലുണ്ടായിരുന്നു. അവർക്ക് കളികളുണ്ടായിരുന്നു. പഠനമൊഴികെയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും അവർക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് ഈ ദഫ്മുട്ട്, അറബന, ഒപ്പന ഇതുപോലെയുള്ള കാര്യങ്ങളിലുള്ള പരിശീലനങ്ങൾ, അങ്ങനെ ഈ മുമ്പ് പറഞ്ഞതുപോലെ ദൈനംദിനം നമ്മുടെ വീടുകളിലായാലും നമ്മുടെ അവരുടെ ജീവിതത്തിലായാലും അവർ ചെയ്യേണ്ട പ്രവൃത്തികൾ, കാര്യങ്ങളൊക്കെ. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.